യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പുറത്തേക്ക് എത്തിച്ചത്. പാർട്ടി പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്, നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. കുടിക്കുന്നിൽ സുരേഷ് അടക്കം DCC പ്രസിഡന്റ് അടക്കം ഉള്ള നേതാക്കൾ അവിടെ എത്തി മൃതദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ഇത് ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുക, പെരിയയിലേക്ക് കൊണ്ടുപോകുക. കണ്ണൂരിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നു വന്നത്. അതിനുശേഷം പെരിയയിലേക്ക് വിലാപയാത്രയായി മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ഇത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അശ്വിൻ വെല്ലത്ത് ചേരുന്നു. അശ്വിൻ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നറിയുന്നു. എത്രത്തോളം വികാരനിർഭരമാണ് അവിടുത്തെ രംഗങ്ങൾ ഇപ്പോൾ? രഞ്ജിത്ത്, പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറി പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, സഹപ്രവർത്തകനെ ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ രാവിലെ മുതൽ, മൃതദേഹം എത്തിച്ച സമയം മുതൽ തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം നിരവധി പേർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. അത്യന്തം വികാരഭരിതമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നേരത്തെ തന്നെ ഇവരുടെ കൊലപാതക ഇൻക്വസ്റ്റ് നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവരുടെ മുറിവുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്നതിലേക്ക് തെളിവുകൾ ചൂണ്ടുന്ന തരത്തിലാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്തുള്ള വിവരങ്ങളുള്ളത്. അതായത് ശരത് ലാലിന്റെ ശരീരത്തിൽ 15 മുറിവുകൾ ഉണ്ടായിരുന്നു. കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ആക്രമിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 23 സെന്റിമീറ്റർ നീളത്തിൽ മുഖത്ത് ഏറ്റ ഒരു മുറിവും അതേപോലെ തന്നെ കഴുത്തിനോട് ചേർന്നുണ്ടായ ഒരു മുറിവുമാണ് ശരത് ലാലിന്റെ മരണകാരണമായി പറയുന്നത്. കൃപേഷിന്റെ മരണകാരണം പറയുന്നത് തലയ്ക്ക് പിന്നിലേറ്റ 2 മുറിവുകളാണ്. ഈ 2 മുറിവുകളും ഫലമായി തലച്ചോറ് പുറത്തു വരുന്ന തരത്തിലേക്ക്, തലച്ചോറിന് ആഘാതം ഉണ്ടാകുന്ന തരത്തിലേക്ക് അത് എത്തിയിരുന്നു. ഈ രണ്ടുപേരുടെയും മരണകാരണമായി പറയുന്നതും ഇത് തന്നെയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരാനുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. FIR-ലെ വിവരങ്ങളും സൂചിപ്പിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്ക് FIR-ഉം വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നേരത്തെ സംസാരിച്ച കോൺഗ്രസ് നേതാക്കൾ, അത് മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും കെ സുധാകരനായാലും ഈ രണ്ടുപേരും വിരൽ ചൂണ്ടുന്നത് CPM-ന്റെ കണ്ണൂർ നേതൃത്വം തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് വെറും ഒരു പ്രാദേശിക പ്രശ്നത്തിന്റെ പേരിൽ മാത്രമല്ല കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് അവിടെയുള്ള പ്രാദേശിക നേതൃത്വം തീരുമാനിക്കുകയും കണ്ണൂരിലുള്ള ആസൂത്രണം ലഭിച്ച സംഘങ്ങളുടെ സഹായത്തോടുകൂടി നടപ്പാക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണം, അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ആ ആരോപണമാണ് കെ സുധാകരൻ ഉന്നയിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം ഷുഹൈബ് വധവുമായി ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. അതായത് ഷുഹൈബ് വധത്തിന് സമാനമായ രൂപത്തിലാണ് ഈ 2 വധവും നടന്നിരിക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് ഷുഹൈബ് വധത്തിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ CPM-ന്റെ കണ്ണൂർ നേതൃത്വത്തിന് പങ്കുണ്ട് എന്നുകൂടെ പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും CPM സംസ്ഥാന നേതൃത്വത്തെ അടക്കം പ്രതിരോധത്തിലേക്കാക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് അത്. പക്ഷെ അത് ഇനി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം ഒരു ആരോപണം കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലക്കുള്ള ഒരു ആരോപണം വെക്കുന്നത് എന്ന് തന്നെയുള്ളൂ. അതിനകത്ത് ഇത് തെളിയേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു ഗൂഢാലോചനയിൽ പിന്നിലുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ തെളിയേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും കെ സുധാകരനായാലും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ CPM-ന് തന്നെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലാണ്. പക്ഷേ ഇതിൽ പാർട്ടി പ്രവർത്തകർക്ക് പങ്കില്ല, പാർട്ടിക്ക് പങ്കില്ല. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ടെങ്കിൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കും എന്നൊക്കെ CPM സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് എത്രമാത്രം CPM-നെ ഈ വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ 2 മൃതദേഹങ്ങളും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ തടിച്ചുകൂടിയ ആളുകൾക്ക് അവസാനമായി ഒരു നോക്കി കാണാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വിലാപയാത്രയായാണ് ഇവരുടെ ജന്മനാടായ പെരിയയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. വഴിയിൽ പല സ്ഥലങ്ങളിലും, കാസർഗോഡ് ജില്ലയിൽ കടന്നു കഴിഞ്ഞാൽ 5 സ്ഥലങ്ങളിൽ, അതായത് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ, നീലേശ്വരം, പെരിയ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിലാണ് പൊതുദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. പെരിയയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരവും മറ്റ് ചടങ്ങുകളും. അവിടേക്ക് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ മുൻപുണ്ടായിരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതേപോലെ തന്നെ കെ സുധാകരൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ടി കുര്യാക്കോസ് തുടങ്ങിയ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ എത്തിയിരുന്ന തൽക്കാലം പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഈ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകരുടെ എല്ലാം തന്നെ
പ്രവർത്തകരുടെ സ്വീകരണങ്ങൾ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ, നീലേശ്വരം, പെരിയ എന്നിവിടങ്ങളിലാണ് പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. വഴിനീളം കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഈ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസ് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നു. നേരത്തെ രാവിലെ തളിപ്പറമ്പിൽ റോഡ് ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രൂപത്തിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ അതേപോലെ തന്നെ വഴിയിൽ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിലെല്ലാം തന്നെ കർശനമായ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഏതായാലും 2 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കാസർഗോഡ് പെരിയയിൽ 2-3 മണിക്കൂറിനുള്ളിൽ പെരിയയിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ വിലാപയാത്രയായി ഈ മൃതദേഹം പെരിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 മൃതദേഹങ്ങളും പെരിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. പെരിയ സ്വദേശികളായ 2 പേരെയാണ് ഇന്നലെ അതിദാരുണമായി കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് ശരത് ലാലും കൃപേഷും ഇരുവർക്കും വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. പോലീസിനെയും MLAയെയും ഭീഷണിയുടെ കാര്യം അറിയിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നു. കോളേജുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കോളേജിൽ വെച്ച് KSU പ്രവർത്തകന് നേരെയുണ്ടായ മർദ്ദനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. കാസർഗോഡ് മൂന്നാട് പീപ്പിൾസ് കോളേജിൽ വെച്ച് കല്യാട്ടെ KSU പ്രവർത്തകന് മർദ്ദനമേറ്റതാണ് പ്രദേശത്ത് CPM കോൺഗ്രസ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഭവത്തെ തുടർന്ന് CPM പ്രാദേശിക നേതാക്കൾ ആക്രമിക്കപ്പെട്ടതോടെ തർക്കം കൂടുതൽ രൂക്ഷമായി. കൃപേഷും ശരത് ലാലും ഈ കേസിൽ പ്രതികളായിരുന്നു. ഇതേ തുടർന്ന് ഇരുവർക്കും CPMൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു. സമീപത്തെ ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ട ഉത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണത്തിന് ശേഷം തിരിച്ചടിയുണ്ടാകുമെന്നും വ്യാപകമായ പ്രചരണമുണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് രാത്രി കല്യോട്ട് വ്യാപക അക്രമം ഉണ്ടായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അത് പിന്തുടർന്ന് ഇപ്പോൾ ഇത്തരത്തിൽ അതിദാരുണമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 2 ചെറുപ്പക്കാർ, 2 പേരും വീട്ടിലെ ഏക ആൺതരികളാണ്. ഈ 2 ചെറുപ്പക്കാരുടെ ജീവൻ എടുത്തിരിക്കുകയാണ് അക്രമ രാഷ്ട്രീയം. ജീവിക്കുന്നു ഞങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ഇപ്പോൾ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സ്വദേശമായ പെരിയയിലേക്ക് 2 പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിയിലുടനീളം ആദരാഞ്ജലി അർപ്പിക്കാൻ പ്രവർത്തകർ തങ്ങി നിൽപ്പുണ്ടാകും. അവിടെ ചില സ്ഥലങ്ങളിൽ ആദരാഞ്ജലി നിർത്തിവെച്ച് ആദരാഞ്ജലി അർപ്പിച്ച ശേഷമാകും മുന്നോട്ട് പോവുക. ഇത്തരത്തിൽ വിലാപയാത്രയായി തന്നെയാണ് മൃതദേഹവുമായി ആംബുലൻസുകൾ പുറപ്പെടുന്നത്.